ഓണത്തിന് ഉപ്പേരിയുടെ കൂടെ കഴിക്കുന്ന മെയിൻ ഒരു ഐറ്റമാണ് കളിയോടയ്ക്ക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കളിയോടയ്ക്ക എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് പല പേരുകളാണുള്ളത്. ഇതിൻ്റെ പേരുകൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പലപ്പോഴും പലർക്കും പേടിയാണ് ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ളത്. ഇത് പൊട്ടിയൊന്നും തെറിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് കപ്പാണോ മെഷറിംഗ് കപ്പായിട്ട് എടുക്കുന്നത് ആ കപ്പിൽ ബാക്കിയുള്ള സാധനം എടുത്തോളൂ കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ 8 കൊച്ചുള്ളി അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. എടുത്തു വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരച്ചെടുത്തിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, ഇത് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകരുത്. ചോറിന് ചമ്മന്തി അരച്ചെടുക്കത്തില്ലേ, ആ പരുവത്തി വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഇത് ഈ അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലതായിട്ട് അങ്ങ് ഞെരടി അങ്ങ് മിക്സ് ചെയ്യാം. കാരണം തേങ്ങയിൽ നിന്നൊക്കെ തേങ്ങയുടെ പാല് ഇറങ്ങി വന്ന് ഈ അരിപ്പൊടി അങ്ങ് നനഞ്ഞ് കിട്ടണം. ആ രീതി നല്ലതായിട്ട് അമർത്തി തന്നെ ഞെരടി എടുത്തോളൂ കേട്ടോ. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ബട്ടറോ നെയ്യോ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുന്നത്. മാവ് ഇങ്ങനെ അമർത്തി പിടിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടി പിടിക്കാൻ പറ്റണം. ആ രീതി വേണം മാവ് കിട്ടാനായിട്ട് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മാവിലോട്ട് കുറേച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും കിട്ടുന്ന അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. കുറേച്ച് ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കത്തില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ലൂസി വേണം കുഴച്ചെടുക്കാനായിട്ട് എന്ന് പറഞ്ഞ് വെള്ളം ഒത്തിരി കൂടിപ്പോയരുത്. വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും. വെള്ളം ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ എല്ലാം അങ്ങ് പൊടിഞ്ഞു വരും. അതുകൊണ്ട് വെള്ളം കറക്റ്റ് അളവായിരിക്കണം. ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇടിയപ്പത്തിൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കാം. ഒത്തിരി വലിയ ഉരുള എടുക്കരുത് കേട്ടോ, ചെറിയ ഉരുളകളെ എടുക്കാവൂ. ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് തോന്നിക്കും. നമ്മൾ ഒത്തിരി ചെറുതായിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഉരുളകളാക്കി എടുത്തുകൊണ്ട് വരാം. ഞാൻ ഇതൊക്കെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ എണ്ണ കുറച്ചധികം ചൂടാകാനായിട്ട് വെക്കുക. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഒത്തിരി കുത്തി കൊളിച്ചങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടായിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ ഫുൾ കുറച്ച് വെച്ച് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട് കൊടുത്താൽ ഉടനെ ഇത് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഉറച്ച് വന്നു കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റായി പോകും. അതുകൊണ്ട് സമയമെടുത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല കളറൊക്കെ ആയി കഴിയുമ്പം തീ അങ്ങ് ഫുൾ കൂട്ടി വെക്കുക. കൂട്ടി വെച്ച് പിന്നെ നല്ല കളറാക്കി നിങ്ങൾക്ക് ഇതിനെ കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത് കോരിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രിസ്പി അല്ലേ? നല്ല ക്രിസ്പി അല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പൊട്ടിത്തെറിക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക. നമ്മൾ കൈ കൊണ്ട് ഇത് പൊട്ടിക്കാൻ നോക്കിയാൽ ഒന്നും പൊട്ടി വരത്തില്ല. നമ്മൾ കടിച്ച് നല്ല പൊട്ടിക്കണം. ആ രീതിയിലുള്ള സംഭവമാണ്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയോടെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.